നിങ്ങൾ ജിമ്മിൽ പോയിട്ട് ഉടനെ തന്നെ പ്രോട്ടീൻ ഷെയ്ക്കോ അല്ലെങ്കിൽ ചിക്കൻ ബ്രസ്റ്റോ അങ്ങനെ എന്തെങ്കിലും കഴിക്കേണ്ടതായിട്ടുണ്ടോ? അങ്ങനെ കഴിച്ചില്ല നിങ്ങൾക്ക് മസിൽ ലോസ് ഉണ്ടാവുമോ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു മസിൽ ഗ്രോത്ത് ഉണ്ടാവാതിരിക്കുമോ? എല്ലാം നല്ല ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. രണ്ട് വ്യക്തികൾ, ഇവർ രണ്ടുപേരും എന്താ പറയുക, ജിമ്മിലെല്ലാം പോയി നല്ല പ്രോപ്പർ ആയിട്ട് വർക്കൗട്ട് എല്ലാം ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ട്രെയിൻ ടു ഫെയിലിയർ മെത്തഡെല്ലാം ഫോളോ ചെയ്ത് പെർഫെക്റ്റ് വർക്കൗട്ട്. അങ്ങനെ ഈ പെർഫെക്റ്റ് വർക്കൗട്ടിന് ശേഷം ഒരാൾ എന്താ പറയണേ, അപ്പം തന്നെ എന്താ പറയണേ, അടിക്കാൻ തുടങ്ങി. എന്ത് നമ്മുടെ പ്രോട്ടീൻ ഷേക്ക് വർക്കൗട്ട് കഴിഞ്ഞുടനെ തന്നെ എന്താ പറയണ, അങ്ങ് പ്രോട്ടീൻ ഷേക്ക് കുടിക്കുക. എന്നാൽ രണ്ടാമത്തെ ആളാണെങ്കിലോ നല്ല രീതിയിൽ വർക്കൗട്ടും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ വർക്കൗട്ടിന് ശേഷം എന്താ പറയുക, നേരെ വീട്ടിലോട്ട് പോകുന്നു, ഒന്ന് റെസ്റ്റ് എടുക്കുന്നു, അതിനുശേഷം ഒന്ന് കുളിക്കുന്നു, എന്നിട്ട് നല്ലൊരു ഹൈ പ്രോട്ടീൻ മീൽ കഴിക്കുന്നു. അപ്പോൾ ഒരാൾ എന്താ പറയുക, വർക്കൗട്ട് കഴിഞ്ഞുടനെ തന്നെ പ്രോപ്പറായിട്ട് ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ കുടിക്കുന്നു അല്ലെ കഴിക്കുന്നു. രണ്ടാമത്തെ ആളാണെങ്കിലോ ഇതിനെപ്പറ്റി ഒന്നും ഒട്ടും ബോധേഡാവുന്നുമില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവരിൽ ആർക്കായിരിക്കും കൂടുതൽ മസിൽ ബിൽഡ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉള്ളത് അല്ലെ ചാൻസ് ഉള്ളത്? രണ്ടുപേർക്കും ഉണ്ട്, രണ്ടുപേർക്കും ഒരുപോലെ തന്നെയാണ്. അല്ലാണ്ട് ഒരാൾ എന്താ പറയുക, വർക്കൗട്ട് കഴിഞ്ഞ ഉടനെ പ്രോട്ടീൻ കുടിച്ചെന്ന് പറയും, പ്രോട്ടീൻ കഴിച്ചെന്ന് പറയും, നേരെ ഡയറക്റ്റ്ലി നമ്മുടെ മസിലോട്ട് കയറി എന്താ പറയുക, അപ്പം തന്നെ മസിൽ ബിൽഡ് ചെയ്യാനൊന്നും പോകുന്നില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ പണ്ട് തൊട്ടേ ഒരു പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ഒരു മിത്താണ്. അതായത് വർക്കൗട്ട് കഴിഞ്ഞ ഒരു 30 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾ ഹൈ പ്രോട്ടീൻ കഴിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒപ്റ്റിമൽ ആയിട്ട് മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആനബോളിക് വിൻഡോ എന്ന് പറയുന്നത് ഒരു 4 to 6 hours. അപ്പൊ ഇത്രയും വലിയൊരു ഗ്യാപ്പ് ഉണ്ട്. അല്ലാണ്ട് അരമണിക്കൂറിനുള്ളിൽ തന്നെ ഇത്ര ഗ്രാം പ്രോട്ടീൻ കഴിക്കണമെന്നൊന്നുമില്ല. നിങ്ങളൊരു ഫാസ്റ്റിംഗ് ഫേസിലായിരുന്നു, അല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ രാവിലെ തൊട്ട് ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല, അങ്ങനെയൊക്കെ ഉള്ള സ്റ്റേജിലാണെങ്കിൽ നിങ്ങൾ വർക്കൗട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ഇതുപോലെ പ്രോട്ടീൻ കഴിക്കുന്നത് കൊണ്ട് ബെനിഫിറ്റ് ഉണ്ട്. അതല്ലാത്തടത്തോളം കാലം നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ നല്ലൊരു പ്രീ വർക്കൗട്ടും കഴിച്ച് അതിൽ അത്യാവശ്യം പ്രോട്ടീൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്താ പറയണ ഒരു 2 hours മുമ്പ് അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ ഫുഡ് കഴിച്ചു. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ നോർമലായിട്ട് എപ്പോഴും കഴിക്കുന്നവരാ ആ ഒരു ഓവറോൾ പ്രോട്ടീൻ ഗോൾ മീറ്റ് ചെയ്യാൻ മാത്രം നോക്കിയാൽ മതി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ ആ ഒരു ഓവറോൾ പ്രോട്ടീൻ ഗോൾ, അതായത് 2x നമ്മുടെ ബോഡി വെയിറ്റിന്റെ ഇരട്ടി ഗ്രാം ഓഫ് പ്രോട്ടീൻ കഴിക്കാൻ നോക്കുക. അതല്ലാണ്ട് ഈ പറയുന്ന പോലെ ധൃതി പിടിച്ച് അപ്പം തന്നെ എന്താ പറയുക, പ്രോട്ടീൻ ഷെയ്ക്ക് ആക്കി കുടിക്കുവോ അല്ലെങ്കിൽ എന്താ പറയുക ചിക്കൻ അപ്പം തന്നെ കഴിക്കുവോ ഒന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല.